ലാസ്റ്റ് 15 ഇയേഴ്സ് ആയിട്ട് ദുബായിൽ മലയാളികളുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട അങ്കിളാണ്. അതുപോലെ തന്നെ ആൻറ്റി സിന്നി ഡേവിഡ് നല്ലൊരു ഹൗസ് വൈഫായിട്ട് അതുപോലെ നല്ലൊരു കുക്കും കൂടെയാണെന്ന് എനിക്ക് തോന്നുന്നു. നന്നായിട്ട് ഫുഡ് കുക്ക് ചെയ്യും അല്ലേ? ഞാൻ സോനയോട് ചോദിക്കട്ടെ, മമ്മി ഇങ്ങനെ നന്നായിട്ട് ഫുഡ് കുക്ക് ചെയ്യില്ലേ? ടേസ്റ്റിയാണ്, അതുകൊണ്ടാണ് ഇത്ര സുന്ദരിയായിട്ട് നിൽക്കണേ. അതുകൊണ്ടാണ് നമ്മുടെ രഞ്ജു സെലക്ട് ചെയ്ത് ഇങ്ങനെ നല്ലൊരു ബ്യൂട്ടിഫുൾ വൈഫിന്. അപ്പോൾ ആൻറ്റിക്കും അങ്കിളിന് നല്ലൊരു കയ്യടിയും കൂടെ കൊടുക്കാം ഒന്നും കൂടെ. ഓക്കെ, ഇനി ഒരു ബ്യൂട്ടിഫുൾ സിസ്റ്റർ ഉണ്ടല്ലോ ആ സൈഡിൽ. ഇനിയിപ്പോൾ ആളിങ്ങോട്ട് ഇൻവൈറ്റ് ചെയ്തില്ലെങ്കിലാണ് ഈ സ്റ്റേജ് എന്ന് ശരിയാവും. അപ്പോൾ നമുക്ക് എന്തായാലും ആ കസിൻസ് എല്ലാവരും ചേർന്നും ഇവിടെയുള്ള എല്ലാവരും ചേർന്ന് ആ ബ്യൂട്ടിഫുൾ സിസ്റ്ററിനെ കൂടി ഈ സ്റ്റേജിലേക്ക് ഇൻവൈറ്റ് ചെയ്യുന്നു. ഐ വെൽക്കം ഡോണ ഡേവിഡ്. ആ ഒരു ബ്യൂട്ടിഫുൾ ഫ്രോക്കൊക്കെ ഇട്ട്, റെഡ് ഫ്രോക്കൊക്കെ ഇട്ട് ഒരു ഏഞ്ചലിനെ പോലെ അങ്ങനെ സ്റ്റേജിലേക്ക്. ആ ചിരി മാത്രം ഫേസിൽ നിന്ന് മായില്ല. എന്തായാലും കമോൺ ഡോണ. അങ്ങനെ വീട്ടിൽ ഇടി പിടിക്കുന്ന ഒരാൾ മിസ്സായിരിക്കുകയാണ് ഡോണയ്ക്ക്. സോന ഡോണ ഡേവിഡ്, ആഹാ, വളരെ സ്വീറ്റായുള്ളൊരു കുഞ്ഞനിയത്തിയാന്ന് വിചാരിച്ചിട്ടുണ്ടാവും രഞ്ജു ഫസ്റ്റ് ടൈം കണ്ടപ്പോൾ. പക്ഷേ ആൾ ബിടെക് സെക്കൻഡ് ഇയർ പഠിക്കുന്ന സ്റ്റുഡൻ്റാണ്. യെസ്, പഠിക്കുന്നത് വേറെ എവിടെയല്ല, വൺ ഓഫ് ദ ഫേമസ് കോളേജ് സഹൃദയ എഞ്ചിനീയറിംഗ് കോളേജിലാണ് സെക്കൻഡ് ഇയർ ബിടെക്കിന് പഠിക്കണേ. കോളേജിലെ ഫ്രണ്ട്സൊക്കെ ഇവിടെ ഉണ്ടല്ലോ അല്ലേ? ഉണ്ട്. ഓക്കെ, അപ്പോൾ അങ്ങനെ ഇതാണ് ഇവരുടെ ഒരു ചെറിയ ഫാമിലി. മനസ്സുകൊണ്ട് രണ്ടുപേരും ഒന്നായപ്പോൾ തീർച്ചയായിട്ടും അവരുടെ ഫാമിലിയും കൂടെ അവർ വലിയതാക്കിയിരിക്കുകയാണ്. അപ്പോൾ രണ്ട് ഫാമിലിയും കൂടെ ഒന്നായപ്പോൾ വലിയൊരു ഫാമിലി കിട്ടി. ഇനി നിങ്ങൾക്കൊന്ന് റിലാക്സ് ചെയ്യാനായിട്ട് ഒരു ഫാമിലി ഫോട്ടോ സെഷനുണ്ട്. അങ്ങനെ ലോകത്തിൻ്റെ പ്രകാശമായ യേശുനാഥൻ്റെ ദിവ്യ സാന്നിധ്യം അനുസ്മരിച്ചുകൊണ്ട് രഞ്ജുവും സോനയും അവരുടെ ആദ്യത്തെ തിരി തെളിയിച്ചു കഴിഞ്ഞു. ഇനി രഞ്ജുവിൻ്റെ പപ്പയും മമ്മിയും അവരുടെ മക്കളുടെ ലൈഫ് ഒരുപാട് ഇതുപോലെ ഞങ്ങൾ ജീവിച്ച് വളർന്ന അതേപോലെ തന്നെ സ്നേഹവും എല്ലാം നിറഞ്ഞതാവട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി രണ്ടാമത്തെ തിരി തെളിയിച്ചുകൊണ്ടിരിക്കുന്നു. സോനയുടെ പപ്പയും മമ്മിയും മകളെ നല്ലൊരു മകൻ്റെ കയ്യിലേക്ക് കൊടുത്തൊരു സംതൃപ്തിയും നല്ലൊരു കുടുംബത്തെ കിട്ടിയ സംതൃപ്തിയും കൂടെ മനസ്സിൽ നിറഞ്ഞുകൊണ്ട് പ്രാർത്ഥനയോടുകൂടി സോനയുടെ പപ്പയും മമ്മിയും മൂന്നാമത്തെ തിരിയും കൂടെ തെളിയിച്ചുകൊണ്ട് wish a happy married life Renju and Sona. Clap എവിടെ പോയി? കസിൻസ് എല്ലാവരും ഒന്ന് കൈ കൊടുത്ത് ക്ലാപ്പ് ചെയ്തേക്കുമോ? ഓക്കെ, രഞ്ജു സോനയുടെ പപ്പയ്ക്കും മമ്മിക്കും ഒരു ചെറിയ പീസ്. സോന രഞ്ജുവിൻ്റെ പപ്പയ്ക്കും മമ്മിക്കും. ആ സൈഡിൽ രണ്ട് പെൺകുട്ടികളേ ഉള്ളൂ. ഇപ്പോൾ ഒരു മകനെ കിട്ടിയ സന്തോഷമാണ് പപ്പയ്ക്കും മമ്മിക്കും. ഇനി ഒരേ ഒരു സിസ്റ്ററേ ഉള്ളൂ രഞ്ജു ആ ഫാമിലിയിൽ. ഡോണിന് കൂടെ ഓക്കെ. ഇനി ഇവിടെ ഒരു സിസ്റ്ററും ബ്രദറും നമ്മുടെ ഒരു കൊച്ചു മിടുക്കനുണ്ട്, ഏബൽ മോൻ. ഒരു ചിയേഴ്സ് എന്നിട്ട് ആഹാ. ഇനി ലോക്ക് ചെയ്തിട്ട് മൈൻഡ് ഓഫ് ചെയ്താൽ മതി കേട്ടോ.
ഇനിയിപ്പോൾ രഞ്ജുവിന് ഒരു ചെറിയ സങ്കടം ഉണ്ടായിരുന്നു, ഞാൻ തന്നെയല്ലേ എൻ്റെ ഗ്ലാസ്സിലെ വൈൻ എടുത്തേന്ന്. അപ്പോൾ രഞ്ജുവിന് അത് സോണയ്ക്കൊന്ന് കൊടുക്കണം എന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അതും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും കൂടെ. ഇതിൻ്റെ കൂടെയൊക്കെ കൈയടിയില്ലെങ്കിൽ ഒരു രസമില്ല. നിങ്ങളും കൂടെ എൻജോയ് ചെയ്യുന്നുണ്ടെന്നൊന്ന് അറിയണം, ഫീൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഓക്കെ. ഇനി സോനയ്ക്ക് റെസ്റ്റാണ്. നമ്മുടെ രഞ്ജുവിന് ഒരു ചെറിയ പണി കൂടെ ഉണ്ട്. ഭാരതീയ സംസ്കാരത്തെ സൂചിപ്പിക്കുന്ന സിന്ദൂരം തീർച്ചയായിട്ടും നമ്മുടെ സോനയുടെ നെറുകിൽ അങ്ങനെ ചാർത്താൻ പോവാണ്. രഞ്ജു നല്ലൊരു കൈയടിയും കൂടെ കൊടുക്കാം. കമോൺ. ഇന്ന് ആ വിവാഹത്തിൻ്റെ പൂർണ്ണതയിലേക്ക് സോനനെ എത്തിക്കുകയാണ് രഞ്ജു. ഓക്കെ, നൈസ്. ജസ്റ്റ് ഒന്ന് കൊടുത്താൽ മതി. ഡോണയ്ക്ക് ഒരു പണി കൊടുക്കാൻ പോലും രഞ്ജുവിന് താല്പര്യമില്ല, എൻ്റെ ഒരു സിസ്റ്ററാണെന്ന്. ഇതിങ്ങനെ ഡോണയല്ലേ ഇപ്പം നിങ്ങൾക്കത് തന്നേ, അപ്പം നിങ്ങളിനി അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹിക്കുന്നത് ഞങ്ങൾക്കൊന്ന് കണ്ടേ. യെസ്, എക്സ്ചേഞ്ച് ചെയ്ത്. ഓക്കെ, ഇനി അവർ എല്ലാം ക്ലിയറായി ഫുൾ ഇതായി നിൽക്കുകയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഒരു ഫോട്ടോയും കൂടെ അവർ എടുത്തോട്ടെ, എല്ലാം കൂടെ ഒരുമിച്ച് നിന്നുകൊണ്ട്.